ഒത്തിരി സൗണ്ട് വരുന്നുണ്ട്. ഞാൻ ആവശ്യമുള്ള സമയത്ത് ഞാൻ തന്നെ അൺമ്യൂട്ട് ചെയ്തോളാം കേട്ടോ. Okay, if you want to say anything, please just raise the hand. Then I will unmute you. Okay? എല്ലാവർക്കും മനസ്സിലായില്ല ടീച്ചർ പറഞ്ഞത് മക്കളെ? ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ തേർഡ് ലെസണിലേക്ക് കയറാൻ തോന്നുന്നു. സെക്കൻഡ് ലെസണ് നിങ്ങള് സെക്കൻഡ് ലെസന്റെ എല്ലാം കഴിഞ്ഞതല്ലേ? നമ്മള് നോട്ട്സ് ഒക്കെ ടീച്ചർ അയച്ചെന്ന് എല്ലാവരും എഴുതിയായിരുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, കൊറോണ തീർന്നിട്ട് നമുക്ക് എവിടെയാ പോകണ്ടേ? ബാങ്കിൽ പോണം, ATM പോണം, പിന്നെ എയർപോർട്ടിൽ പോണ്ടേ? വേണ്ടേ? Yes, we want to go to airport, ATM, bank. എവിടെയൊക്കെ നമുക്ക് പോകാനുണ്ട്. അപ്പം കൊറോണയോട് നമുക്ക് തൽക്കാലം വേഗം പോകാൻ പറയാം. കൊറോണ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ നമുക്ക്? ഓക്കെ, now we shall study next lesson. How does a computer work? How does a computer എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? We shall study in computer. ഓക്കെ, ഇവിടെ രണ്ട് ഇതാ കമ്പ്യൂട്ടറിന്റെ ഒരു മൗസിന്റെ ചിത്രം നിങ്ങൾ കണ്ട പേജ് നമ്പർ 20. Did you see picture of a computer's mouse? What is mouse? You know mouse എന്താന്ന് എല്ലാവർക്കും അറിയാവോ? See, this one is a mouse. Okay, can you see from the screen? This is showing a screen mouse. Can you see that? Srihari, please look here. Did you see this mouse? Srihari, Farha, Advaita, Ute, can you see this? Oh, and Darasa is showing another mouse. Okay, I think all mom it has seen. Okay, so ഒരു മൗസ് പറയുന്നത് കേട്ടോ. ഓ, ദ കമ്പ്യൂട്ടർ ഈസ് എ വണ്ടർഫുൾ മെഷീൻ, ഇറ്റ് ക്യാൻ ഡു സോ മച്ച്. സോ ഈ മൗസ് പറയുന്നതാണ്, ഓ കമ്പ്യൂട്ടർ ഈസ് എ വണ്ടർഫുൾ മെഷീൻ, ഇറ്റ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് വർക്ക്, സോ മെനി തിങ്സ് ഇറ്റ് ക്യാൻ ബി ഡൺ. കുറെ കാര്യങ്ങളെ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റൂന്ന്. അപ്പോൾ നമ്മുടെ സോസ പറയാണ്, നമ്മൾ വേറെ കുട്ടി പറയാണ്, യെസ് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മെഷീൻ സോസോ. But if we have to tell the computer what it should do, let us learn about how a computer works. Here, Anita Molle ഇങ്ങോട്ട് നോക്കണം മുത്തേ. ഇവിടെ നോക്ക്, കമ്പ്യൂട്ടർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലാതെ കമ്പ്യൂട്ടർ ഒന്നും ചെയ്യൂല, സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഒന്നും ചെയ്യൂല. We have to give instructions for the computer to work. Advaita, please listen here. Advaita, please pen down. Pen down, Advaita, ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മോനെ പെൻസിൽ താഴെ വെച്ചേ. ഓക്കെ, ഇനി വരയ്ക്കല്ലേ, ടീച്ചർ പറഞ്ഞിട്ട് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, സി computer will do a lot of work. Computer can do many things, but we have to tell always to computer to do that, to do this always. Okay, നമ്മൾ കമ്പ്യൂട്ടറിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറയുന്ന അനുസരിച്ച് കൃത്യമായിട്ട് കമ്പ്യൂട്ടർ ക്ലിയർ ആയിട്ട് ചെയ്യും. സയാൻ കേൾക്കുന്നുണ്ടോ സയാന്? ഇനി ഇവിടെ ശ്രദ്ധിക്കുമത്തേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരും സംസാരിക്കരുത്. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം മറുപടി പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നിങ്ങളൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ് പ്ലീസ്. അൺമ്യൂട്ട് ആവുന്നില്ലേ? ആകും. ഞാൻ ഓപ്ഷൻ എടുത്ത് മാറ്റിയായിരുന്നു. ആകുന്നില്ല. നിന്നെ നോക്കിയേ, അൺമ്യൂട്ട് ആവുന്നുണ്ടോന്ന്? ആർക്കും അൺമ്യൂട്ട് ആവുന്നില്ല.
എന്നുവെച്ചാൽ സൗണ്ട് ആക്കല്ലേ, വേറെ സൗണ്ട് ഒന്നും പറയരുത് കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത മക്കളെ, സൗണ്ട് ആക്കല്ലേ മുത്തേ. ഓക്കെ, ഇതാണ് പ്രശ്നം. ആദ്യമൊക്കെ സൗണ്ട് വരുന്നില്ലേ മക്കളെ? ഞാൻ ചോദ്യം ഇതാണ്, ജസ്റ്റ് ലിസൺ. Okay. And my question is, first question to Anita Philip. Anita Philip നോടാണ് ആദ്യം ചോദിക്കുന്നത്. എല്ലാവരോടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. അനീറ്റ, just imagine that you are playing on the ground. Anita, can you hear me? Just raise the hand, Anita, please. Anita, please raise the hand. Anita can't hear. Anitക്ക് കേൾക്കുന്നില്ല മോളെ? കേൾക്കുന്നുണ്ടോ? ഒന്ന് കൈ പൊക്കിക്കേ, മിസ് ഒന്ന് കാണട്ടെ. ഓക്കെ. അനിറ്റ കേൾക്കുന്നുണ്ടോ? അനീറ്റ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചത്. അനീറ്റ കേട്ടോ? കേട്ടോ മോളെ? മിസ് ചോദിച്ചത് കേട്ടോ? ഓക്കെ. അനീറ്റ ഈസ് റേസിംഗ് ദ ഹാൻഡ്. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ചോദിക്കാം. ഞാൻ ഇവിടെ ഒരു കുട്ടി കയറുന്നുണ്ട്, അവരൊന്ന് അഡ്മിറ്റ് ചെയ്തോട്ടെ. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഈസ്, എന്റെ ചോദ്യം ഇതാണ് മക്കളെ. യു ആർ പ്ലേയിങ് ഓൺ ദി പ്ലേ ഗ്രൗണ്ട്. നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കുക. ദെൻ വൺ ഡോഗ് കെയിം. ഒരു ഡോഗ് വന്നു. വാട്ട് യു വിൽ ഡു? I will ask one by one. Don't say. I will ask. While asking, you just enough to answer. Okay. Rajesh. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? യെസ്. പറയുന്ന ആള് പേരടക്കം പറയണെങ്കിലേ മിസ്സിന് മനസ്സിലാവുള്ളൂ ആരാ പറഞ്ഞെന്ന്. ഓക്കെ, അമന രാജേഷ്. അമന, യെസ്. അമന, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? You are playing on the playground, and while you play, one dog came. What you will do? Run. Amana, what you will do, Amana? You will run? Run. Okay. Next, Antarasa Sabu. What you will do, my dear? If dog comes, what you will do? Antarasa, please answer. I'll run. Anaha, what you will do, Anaha? Main answer ചെയ്തു. പറഞ്ഞോ മോള്. മ്യൂട്ട് മോളെ, അൺമ്യൂട്ട് ആണ്. പറഞ്ഞു, ആൻസർ പറഞ്ഞു. അനക, പ്ലീസ് ആൻസർ. What you will do if a dog comes while you are playing? You will run. What you will do, my dear? Alan Thomas. You will run. Hiba Fatima, what you will do, Hiba? Hiba എഴുന്നേറ്റ് പോയോ? Hiba Mutte, what you will do if a dog comes while you are playing? മോളെ, ചോദ്യം ചോദിച്ചത് മനസ്സിലായോ? മനസ്സിലായി? ഹിബ, എന്റെ മുത്ത ഇങ്ങോട്ട് നോക്ക്. ഹിബ, ഞാൻ ചോദ്യം ചോദിക്കുന്ന മോളോടാ. മോള് ബാക്കിൽ നോക്കി സംസാരിക്കണ്ടേ? ഹിബ മോൾ എന്ത് ചെയ്യും? ഹിബ ഈസ് നോട്ട് ആൻസർ. മോളെ, ഞാൻ ചോദിച്ചത് കൊച്ചു കേട്ടോ? ഹിബ, ഹിബ, ഡിഡ് യു ഹിയർ വാട്ട് ഐ ആസ്ക്ഡ്? ഞാൻ ചോദിച്ചത് കൊച്ചു കേട്ടോ? ഇങ്ങോട്ട് നോക്ക് മോളെ. ഞാൻ മോളോട് ചോദിച്ചത് മോള് കേട്ടോ? ഞാനിവിടെ സംസാരിക്കുന്ന മോളോടെ സംസാരിക്കുന്നതെന്ന് മോൾക്ക് മനസ്സിലായോ? ഹിബയോട് ചോദിക്കുന്നത്. ഹിബ, ഞാൻ മോളോട് ഹിബയോടാണ് ചോദിക്കുന്നതെന്ന് മോൾക്ക് മനസ്സിലായോ? പിന്നെ എന്തുകൊണ്ട് മോൾ ഒരു മറുപടിയും പറയാതെ പുറകോട്ട് തിരിഞ്ഞിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക് മോളെ. ഞാൻ മോളോടല്ലേ ചോദിക്കുന്നത്, അമ്മയോടല്ല ചോദിക്കുന്നത്, കുഞ്ഞിനോട് ചോദിക്കുന്നത്. കുഞ്ഞ് ഇങ്ങോട്ട് നോക്കി ടീച്ചറിനോട് മറുപടി പറ. ഞാൻ ചോദിച്ചത് മോൾ കേട്ടില്ല. പിന്നെ
പിന്നെ എന്താ എത്തുന്നേരം പുറകോട്ട് തിരിഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നെക്സ്റ്റ് അദ്വൈത്, വാട്ട് യു വിൽ ഡു? അദ്വൈത്, വാട്ട് യു വിൽ ഡു? അദ്വൈത് എന്ത് ചെയ്യും? If a dog comes while you are playing. Very good. Kalladuthu odu. Irfa, what you will do? Ifra Fatima, Ifra Fatima, what you will do? Okay. Next, Minhaj, what you will do, my dear? If a dog comes while you are playing, what you will do, Minhaj? Running. Oh, you will run. Eric, what you will do, Eric? Mone unmute cheyyumutte. Mone endu cheyyum? Run. Very good. Next, Kurian Joseph, what you will do, Kurian? Unmute ചെയ്തു വെച്ച് എല്ലാരും അൺമ്യൂട്ട് ചെയ്യുന്ന ചോദ്യം ചോദിക്കാത്തവർ അൺമ്യൂട്ട് ചെയ്ത് വെച്ച്. You will run. Ajit, what you will do? Run. Farha Fatima, please, what you will do, my dear? Oh, എന്റെ അമ്മോ. You say. മോള് പറഞ്ഞോ, പറഞ്ഞോ. Oh, you will throw stones. Okay, Anita, Philip, can you unmute? What you will do, my dear, if a dog comes? Anita, unmute ആവുന്നില്ലടാ. ഒരു ഡോഗ് വരും, മോള് കളിക്കുന്ന സമയത്ത് ഒരു ഡോഗ് വന്നാൽ മോൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ കേൾക്കാൻ പറ്റുന്നില്ല. Okay, leave it. Kaushik, what you will do, Kaushik? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെക്കുമുത്തേ. മോനെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയടാ, കേക്കൂലടാ ചക്കര. കൗശിക്ക് കേൾക്കുന്നില്ല മോനെ, അൺമ്യൂട്ട് ആവുന്നില്ല. കൗശിക്കിന്റെ അൺമ്യൂട്ട് ആവുന്നില്ല അല്ലേ? ഓക്കെ, മുഹമ്മദ് ഷഹ്സാദ്, കൗശിക് പറഞ്ഞു. Running. Okay, Muhammad Shahzad, what you will do? Shahzad, fastly. ആകുന്നില്ല. Unmute. What you will do? Run. Okay, Muhammad Bibi, what you will do, my dear? Muhammad Bibi. മുഹമ്മദ് ബീബിനെ കാണുന്നില്ല, ഒരു ഫാൻ മാത്രം കാണാം. ഓക്കെ, ടെസ മരിയ, വാട്ട് വിൽ യു ഡു? റൺ. ശ്രീഹരി, വാട്ട് വിൽ യു ഡു? ഞാൻ എല്ലാവരോടും അൺമ്യൂട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നേ, ഒത്തിരി സമയം പോവുകയാണ് നമുക്ക്. റണ്ണിങ്. അനിഹ, ഷിഹാസ്, പ്ലീസ് അൺമ്യൂട്ട്. ജുവൽ മരിയ, അൺമ്യൂട്ട് ചെയ്യാത്തവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് വേഗം നാട്ടെ, നമ്മുടെ സമയം പോകുന്നു. നിങ്ങൾക്ക് ആകുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് ക്വസ്റ്റ്യൻ മാറ്റുവേ. കുര്യൻ ജോസഫ്, വാട്ട് വിൽ യു ഡു? യു വിൽ റൺ. അനിഹ മോഹൻ, അൺമ്യൂട്ട് ചെയ്തേ. അനിഹ സീസ് എ ഡോഗ്, വാട്ട് വിൽ യു ഡു? Jewel, you will run. Shihas, what will you do? Shihas. Afla, what will you do if you see a dog? ചുമ്മാ ടീച്ചർ അന്നത്തെ ഒന്നും അൺമ്യൂട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് ആരും ചെയ്തിട്ടില്ല എന്നുള്ള. ഹിബ മോളെ, ഒത്തേ കേൾക്കുന്നുണ്ടോ ഇപ്പം? മോളൊന്ന് അൺമ്യൂട്ട് ചെയ്തടാ. അൺമ്യൂട്ട് ആവുന്നില്ല മോളെ. ഞാൻ മുമ്പ് ചോദിച്ചത് മോൾക്ക് മനസ്സിലായില്ലായിരുന്നോ?
ഈ മോള് കളിക്കുന്ന സമയത്ത് ഇഫ് എ ഡോഗ് കംസ്, ഒരു പട്ടി വന്നാൽ മോൾ എന്ത് ചെയ്യും? മക്കളെ ചോദ്യം മനസ്സിലായ മുത്തിന്? While you are playing, if a dog comes, what will you do? ഒച്ചത്തിൽ പറ മുത്ത, കേക്കുന്നില്ലടാ. Hanna, what will you do, my dear? Nafi, what will you do? Haifa, what will you do? If a dog comes. ഓക്കെ, എനിക്ക് ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുന്ന മക്കളൊക്കെ കേൾക്കുന്നുണ്ടോ? Can you hear me clearly? Yes. Almost everybody. ഞാൻ എല്ലാവരോടും ചോദിച്ചെന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ അൺമ്യൂട്ട് ആവാത്തതുകൊണ്ട്. ബീവി, ഞാൻ ചോദ്യം ചോദിച്ചത് മുത്ത് കേട്ടായിരുന്നോ? ഭക്ഷണം കഴിക്കാൻ പോയി ആ സമയത്തല്ലേ? വിശന്ന് പോയോ? ക്ലാസ് എടുക്കുന്ന സമയത്താണോ ഫുഡ് കഴിക്കുന്നത് മുത്തേ? ഇനി അടുത്ത ദിവസം മുതൽ നേരത്തെ ഭക്ഷണം കഴിക്കണേ. ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. മുത്ത് ഇങ്ങോട്ട് നോക്കിയാ, മുഹമ്മദ് ബീബി ഇങ്ങോട്ട് നോക്കും മുത്തേ. If you are playing and if a dog comes to the playground, what you will do? മോൻ അവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ് വീടിന്റെ അടുത്ത്. അപ്പൊ ഒരു ഡോഗ് വന്നു. മുഹമ്മദ് ബീബി എന്ത് ചെയ്യും? അമ്മയോടല്ല ചോദിക്കട്ടെ, മുത്ത് പറ. ഓടുന്നാണോ? അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കേട്ടില്ല. ഓടുന്നാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. സയാനോ? സയാൻ ഓടും അല്ലേ? ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞത് ഐ വിൽ ത്രോ സ്റ്റോൺസ്. ഓക്കെ, ഇനി എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോ. കാരണം ഓക്കെ, ഞാൻ നിങ്ങളെ എല്ലാവരെയും മ്യൂട്ട് ചെയ്തേ. എന്താന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കുറെ പേരോട് ഞാൻ ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കുറെ പേരുടെ അൺമ്യൂട്ട് ആവാതെയൊക്കെ വന്നതുകൊണ്ടാണ് കുറെ താമസം പോയി. ഞാനൊരു ചോദ്യം ഞങ്ങൾ ഒത്തിരി സമയം നമ്മുടെ പോയി കേട്ടോ. മക്കളൊന്നും വിചാരിക്കില്ല. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഇതില് നിങ്ങളുടെ അൺമ്യൂട്ട് ആവുന്നില്ല. കുറെ പേര് ആൻസർ ചെയ്തു. കുറെ പേര് ചോദ്യം ചോദിക്കുമ്പോൾ മമ്മിയെ നോക്കി നിൽക്കുന്നു. മമ്മി പറയുന്നതല്ല ആൻസർ, ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ നിങ്ങൾ മിറ്റത്തൊക്കെ. അജിത് ജോസഫ് പ്ലീസ് ലിസൺ ഹിയർ. അപ്പൊ ആരെങ്കിലും നമ്മള് എന്തെങ്കിലും ചെയ്യാൻ വരികയോ, ഒരാൾ തല്ലാൻ വന്നാൽ നമ്മൾ അവിടെ നിൽക്കുവാണ് ചെയ്യുന്നത്? തല്ലുകൊള്ളുന്ന തല്ലാൻ വരുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കുവോ? ഇല്ല. വാട്ട് വി വിൽ ഡു? We will try to escape from there. നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കും അല്ലേ? നമ്മൾ സാധാരണഗതി നമുക്കറിയാം, നമ്മളെ ഒരു പട്ടി കടിക്കാൻ വന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാം പറഞ്ഞു, നിങ്ങൾ I will run. Isn't it? And few said that I will throw stones. Alan Thomas, please listen here, my dear. Alan, okay. Look here. ഇങ്ങോട്ട് നോക്കണേ. അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ സ്വന്തം പെട്ടെന്ന് ഇനി മമ്മി എന്ത് പറഞ്ഞു തരും, പപ്പ എന്ത് പറഞ്ഞു തരും എന്ന് നോക്കി നിൽക്കാതെ നമ്മൾ ഓടുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു ഡോഗ് നമ്മളെ കടിക്കാൻ വരുന്നുണ്ട്, ഒരു പശു കുത്താൻ വന്നു, അല്ലെങ്കിൽ ഒരു സ്നേഹിക്കിനെ കണ്ടു. നിങ്ങൾ വാട്ട് യു വിൽ ഡു? വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ? പെട്ടെന്ന് കാറിക്കൊണ്ടുപോകും. നിങ്ങൾ ചെറിയ കുട്ടികളായത് കാറിക്കൊണ്ടുപോകും. മമ്മി, അമ്മ, ഉമ്മ എന്നൊക്കെ വിളിച്ചോണ്ട് ഓടും അല്ലേ? അതല്ല നിങ്ങൾ ചെയ്യുന്നേ. സോ നമ്മള് മനുഷ്യര് നമുക്കറിയാം. അതിന് മമ്മി അവിടെ നിന്ന് പറഞ്ഞു മോനെ ഓടിവാ, മോളെ ഓടിവാ എന്ന് പറയാൻ നിൽക്കുന്നില്ല. അതിന് മുന്നേ നമ്മൾ തന്നെ ഓടിക്കോളും. വി ഹാവ് ബ്രെയിൻ, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് തലച്ചോറുണ്ട്, നമ്മൾ ചിന്തിച്ച് ചെയ്യും അല്ലെ? ബട്ട് കമ്പ്യൂട്ടർ വിൽ നോട്ട് ഡു ലൈക്ക് ദാറ്റ് വേ. കമ്പ്യൂട്ടറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കമ്പ്യൂട്ടർ നമ്മളെല്ലാം പറയണം. മമ്മി പറയണം കമ്പ്യൂട്ടറെ അങ്ങനെ ചെയ്യ്, കമ്പ്യൂട്ടറെ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞാൽ മാത്രമേ കമ്പ്യൂട്ടർ വിൽ ഡു. മനസ്സിലായോ? നമ്മൾ മനുഷ്യരും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ മനുഷ്യർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്നേഹിക്കിനെ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ കല്ല് കിട്ടിയാൽ കല്ലെടുത്തെറിയാൻ നോക്കും. പക്ഷേ കമ്പ്യൂട്ടറിനെ ഒരു സ്നേക്ക് കടിക്കാൻ വന്നു, അല്ലെങ്കിൽ ഒരു ഡോഗ് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അവിടെ ഇരിക്കുള്ളൂ. കമ്പ്യൂട്ടർ അറിയത്തില്ല ഇതെന്നെ കടിക്കുന്നൊന്നും. കമ്പ്യൂട്ടർ അങ്ങനെ ചിന്തിക്കാനൊന്നും കഴിവില്ല. നമുക്കറിയാം പട്ടി കടിച്ച പ്രശ്നം തന്നെയാണെന്നറിയാം അല്ലേ?
See, suppose where example you are playing with your mother's phone, and mummy is coming. You saw mummy is coming with a stick to beat you. What you will do? You will nicely keep the phone there and then you will run away. Isn't it? Did you understand what I said? You play with your mummy's or daddy's phone or father's phone, and mummy or your papa or father comes with a stick to beat you. Let the mummy beat. Will you sit like that way? Mummy adicho ennu paranjondu avade irikko ningala? ഇല്ല. എന്ത് ചെയ്യും നിങ്ങള്? ആ ഫോൺ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മമ്മിയുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടും അല്ലേ? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുള്ളൂ, മമ്മിയുടെ ദേഷ്യം തീർന്നു കഴിയുമ്പം അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്ന മക്കളെ? ഓ, എനിക്കറിയാം, എല്ലാരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. കള്ളച്ചിരി ഇരിക്കുന്നുണ്ട്, എല്ലാരും ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ? ഓക്കെ, ബട്ട് കമ്പ്യൂട്ടർ വിൽ നോട്ട് ഡു ലൈക്ക് ദാറ്റ് വേ. കമ്പ്യൂട്ടർ അങ്ങനെ സ്വന്തം ആലോചിച്ച് ചെയ്യാൻ, എന്നെ മമ്മി ഇപ്പം തല്ലൂന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ കമ്പ്യൂട്ടറിന് അറിയത്തില്ല. ഓരോ കാര്യങ്ങളും കമ്പ്യൂട്ടർ അങ്ങനെ നോക്കില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നു, ദാറ്റ് കമ്പ്യൂട്ടർ വിൽ ഡു. ഓക്കെ ഓക്കെ കമ്പ്യൂട്ടറിന് കുറെ പ്രോസസ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഇൻപുട്ട്, പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്പുട്ട്. 3 types of work is done in a computer. ഒരു കമ്പ്യൂട്ടറിൽ 3 തരത്തിലുള്ള ജോലികൾ നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രോസസ്, ആൻഡ് തേർഡ് വൺ ഈസ് ഔട്ട്പുട്ട്. And do you know anything what is input? What is the meaning of in? In എന്ന് പറഞ്ഞാൽ എന്താണ്? Inside means what, Kaushik? Inside means what? കൗശിക്ക്, ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഇങ്ങോട്ടാ നോക്കണ്ട കേട്ടോ, ടീച്ചറിനെ നോക്കണം. മമ്മിയെ നോക്കിയാ മമ്മി അല്ലല്ലോ ചോദ്യം ചോദിക്കുന്നേ. What is the meaning of inside? Who will tell the meaning of inside? Amanna is ready to answer. Okay, Amanna, what is the meaning of inside? അവിടുത്തെ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അമ്മന്ന കേൾക്കത്തില്ല. One second, please. What is going on here? System not responding. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ പണ്ടാരം എൻ്റെ ചെന്നിയായിരുന്നു ഇത് ഡ്രസ്സും ഇതിനെല്ലാം നഷ്ടപരിഹാരം.
അയ്യോ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് കാലിന് സ്റ്റാർട്ട് ചെയ്തതാ. ഇത് എൻ്റെ കൊടുക്കാൻ മാർഗമില്ലേ? എവിടെയും കിട്ടും. Zoom is not responding. സിസ്റ്റം സ്റ്റക്ക് ആയതോ? ഇപ്പൊ വേറെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് ചെയ്താലേ പറ്റുള്ളൂ? പ്രോഗ്രാം അതൊന്നും കുറെ നേരം ഞാൻ ക്ലിക്ക് ചെയ്ത് വെക്കും. ക്ലോസ് ചെയ്താല് ചിലപ്പം ഓക്കെ. അതായത് സ്റ്റക്കായി ഇപ്പോൾ ഞാനൊന്നേരം ഇവിടെ സ്റ്റക്ക് ആയില്ലല്ലോ. ഞാൻ സ്റ്റക്കാം. എല്ലാവരെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 ആഴ്ച ക്ലാസ് കേട്ടു. കഴിഞ്ഞ ആഴ്ച ഇതിനൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. time. Can you hear me? കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്താ ചെറിയ നെറ്റ് പ്രോബ്ലം വന്നിട്ടാട്ടാ. ഓക്കെ 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 ഇപ്പൊ ക്ലിയർ ആയി. ഇത് ചെറിയ നെറ്റ് പ്രോബ്ലം വന്നിപ്പോ ശരിയാക്കിയേ. ഓക്കെ മക്കളെ, ആരും പുറത്തു പോയൊന്നുമില്ലല്ലോ. ഓക്കെ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻസൈഡ് അമന്ന? ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞേ? ഉള്ളിൽ അല്ലെ? ഉള്ളിൽ. ഓക്കെ, ഇൻസൈഡ് മീൻസ് ഉള്ളിൽ. അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് കമ്പ്യൂട്ടറിനെ ഉള്ളിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാർട്സ് ആണ്. ഫോർ എക്സാമ്പിൾ കീബോർഡ്. കീബോർഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അനിറ്റ പ്ലീസ് ലിസൺ ഹിയർ മൈ ഡിയർ. അനിറ്റ മുത്തേ ഇങ്ങോട്ട് നോക്ക് മോളെ. ഓക്കെ, കീബോർഡ്. ഫോർ വാട്ട് വി ആർ യൂസിങ് കീബോർഡ്? See, have you seen keyboards? Keyboard കണ്ടിട്ടുണ്ടോ മക്കളെ? See, this is keyboard. Okay. For what we are using this keyboard? To type. Isn't it? നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഇയർ ഡു യു റിമെമ്പർ ദാറ്റ് വി യൂസ് ടു സിറ്റ് ഔട്ട് സൈഡ് ആൻഡ് ഡു പ്രാക്ടീസിങ്? പ്രാക്ടീസ് ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടോ മക്കള്? ഓക്കെ. So we use this keyboard for practice typing. So നമ്മൾ ഉള്ളിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അത് ഇതിന്റെ പാർട്സുകളാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കീബോർഡ്, we use it for typing. And this is a mouse. മൗസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇങ്ങനെ ഇതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യും, ഞെക്കും. ഓക്കെ, ഇവിടെ ആരോ തന്നെ ഒരു കീബോർഡ് മുമ്പ് എടുത്ത് കാണിച്ചായിരുന്നല്ലോ. ഓക്കെ, ആരായിരുന്നു എന്നെ കീബോർഡ് കാണിച്ചാല്? അല്ല സോറി, മൗസ് കാണിച്ചിരുന്ന ഒരു കുട്ടി. ആരല്ലോ കേട്ടെ. സോ മൗസ് നിങ്ങൾക്ക് അറിയാം. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാവോ? നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇതിൽ പിടിച്ചിങ്ങനെ ഞെക്കും, അല്ലെങ്കിൽ ഇവിടെ നടുക്കൊരു സാധനം ഉണ്ട്, ഇതിനിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കൂ ആലൻ തോമസ്. ആലൻ കുട്ടൻ, ലുക്ക് ഹിയർ മൈ ഡിയർ. ഇങ്ങ് നോക്കണം മുത്തേ. ഇതാ മൗസിന്റെ നടുക്കൊരു സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ കാണിച്ചാൽ കാണുമെന്ന് തോന്നുന്നു. നടുക്കൊരു സാധനം കണ്ടോ ഇവിടെ? ഓക്കെ, സ്ക്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മള് ഉള്ളിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്, ഡിവൈസസ്. സോ ദിസ് ഈസ് ഇൻപുട്ട് ഡിവൈസസ്. ആൻഡ് സെക്കൻഡ് പ്രൊസീജിയർ ഈസ് പ്രോസസ്സർ. സെക്കൻഡ് വൺ പ്രൊസീജിയർ ഈസ് പ്രോസസ്സർ. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതിന്റെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. നമ്മളിപ്പോ ടൈപ്പ് ചെയ്തു കഴിയുമ്പോൾ നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇനി നമുക്ക് ടൈം വളരെ കുറച്ചുള്ളൂ. ടീച്ചർ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. മക്കൾ ആരും വരയ്ക്കരുത്. എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങള്? ഒരു വെള്ളത്തെ സംഭവം കാണുന്നുണ്ടല്ലേ? ആരും ഇതിൽ വരയ്ക്കില്ലേ? വരയ്ക്കാൻ അറിയാവുന്നവരൊന്നും വരയ്ക്കില്ല. ടീച്ചർ ഇവിടെ എഴുതി കാണിക്കാം. ഹിയർ ഞാൻ എഴുതുവാണ്. എന്തെങ്കിലും കണ്ടോ?
Yes, Amana, Ifra, Farha. Farha kandilla. So I think some of you have seen കുറച്ച് പേര് കണ്ടു എന്ന് തോന്നുന്നു അല്ലേ എവിടെ കുറച്ച് പേര് ട്രൂ ലൈറ്റ് എന്ന് എഴുതിയേക്കുന്ന കണ്ടോ ഓക്കെ ആരാടാ മക്കളെ വരയ്ക്കല്ലെന്ന് അവന് കുരുത്തക്കേട് കാണിക്കില്ല ടീച്ചറിന് ഇഷ്ടമില്ല അങ്ങനെ ഓക്കെ ട്രൂ ലൈറ്റ് എന്ന് എഴുതി കണ്ടില്ലേ ഓക്കെ സേ ഐ യൂസ് ദ കീബോർഡ് ഞാൻ കീബോർഡ് ഉപയോഗിച്ചു കീബോർഡിൽ ടൈപ്പ് ചെയ്തു അപ്പൊ നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റി അല്ലേ ഓക്കെ ഗുഡ് ഏതോ കുറുമ്പൻ ഉണ്ടായിരുന്നു കുറുമ്പനാണോ കുറുമ്പത്തിയാണോ വരച്ചു വെച്ചത് ഇപ്പം ഓക്കെ 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 സോ ഇപ്പൊ ടൈപ്പ് ചെയ്തപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ടീച്ചർ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടൈപ്പ് ചെയ്യാം കേട്ടോ സമയം കിട്ടിയാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കാം അപ്പൊ നമ്മൾ ഇവിടെ കീബോർഡ് ഉപയോഗിച്ച് വി വിൽ ടൈപ്പ് ഹിയർ യൂസിങ് ദ കീബോർഡ് ദെൻ വി ക്യാൻ സീ ഓൺ ദി മോണിറ്ററിൽ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നു ആൻഡ് ആഫ്റ്റർ ടൈപ്പിംഗ് ഫാസ്റ്റ്ലി കമ്പ്യൂട്ടർ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും നിർദ്ദേശങ്ങൾ കൊടുക്കും നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന സമയം തന്നെ നമ്മളവിടെ കാണുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഭയങ്കര സ്പീഡാണ് നമ്മളെ പോലെയല്ല ഞാനിപ്പോ നിങ്ങളോട് മുമ്പേ അൺമ്യൂട്ട് പ്ലീസ് എന്ന് എത്ര തവണ പറഞ്ഞിട്ടും കുറെ പേര് ഇങ്ങനെ ഇരിക്കൂലായിരുന്നോ പക്ഷെ അതുപോലെയല്ല കമ്പ്യൂട്ടർ ഡസ് ഇറ്റ് വെരി ഫാസ്റ്റ്ലി ഓക്കെ വളരെ സ്പീഡ് അപ്പൊ പ്രോസസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വേഗം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പൊ തന്നെ സ്ക്രീനിൽ നമ്മൾ അത് കാണുന്നു ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഔട്ട് മീൻസ് വാട്ട് പുറത്ത് ഔട്ട് മീൻസ് പുറത്തേക്ക് നമുക്ക് അതിന്റെ റിസൾട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഡിവൈസസ് ഫോർ എക്സാമ്പിൾ സ്ക്രീന് കമ്പ്യൂട്ടറിന്റെ സ്ക്രീന് പിന്നെ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക് സ്പീക്കർ ഉണ്ടെങ്കിൽ സൗണ്ട് കേൾക്കാൻ പറ്റും ദാറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്ററിന്റെ നിർദ്ദേശം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പ്രിന്റ് കിട്ടും ദാറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ഓക്കെ ഹിയർ വൺ എക്സാമ്പിൾ ഈസ് ദെയർ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ഓൺലി 2 more minutes left അവിടെ ശ്രദ്ധിച്ച ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് കമ്പ്യൂട്ടർ വർക്ക്സ് ഇൻ 3 different steps ഇൻപുട്ട് പ്രോസസിംഗ് ആൻഡ് ഔട്ട്പുട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റെപ്സ് ഇൻ ഇൻപുട്ട് പ്രോസസിംഗ് ആൻഡ് ഔട്ട്പുട്ട് ലെറ്റ് us first see how നിംബു പാനി ഈസ് മെയ്ഡ് നിംബു പാനി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ ലെമൺ ജ്യൂസ് നിംബു പാനി മീൻസ് ലെമൺ ജ്യൂസ് ഹൗ എ ലെമൺ ജ്യൂസ് ഈസ് മെയ്ഡ് ഫസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാറുണ്ടോ നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ടോ ഡു യു ലൈക്ക് ടു ഡ്രിങ്ക് ലെമൺ ജ്യൂസ് almost all like isn't it juice ആക്കി കുടിക്കാൻ ഇഷ്ടമാണ് നാരങ്ങ വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ലേ okay first lemon we need then salt or sugar we need and water isn't it do you know how we will make a lemon juice lemon water sugar or salt ചിലർ ഉപ്പിട്ട് കുടിക്കും ചിലർ പഞ്ചസാര ഇട്ട് വെള്ളം കുടിക്കും നാരങ്ങയും വേണം വെള്ളം വേണം ഷുഗർ വേണം ഫർഹ ഫാത്തിമ പ്ലീസ് ലിസൺ ഹിയർ ഫർഹ ത്തിന് കേൾക്കുന്നില്ല ഇവിടെ നോക്കണം ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് വീട്ടിലുള്ളവരോട് വർത്തമാനം പറയില്ലേ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ട ലെമൺ സോൾട്ട് ഓർ ഷുഗർ ആൻഡ് വാട്ടർ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയും ഇൻപുട്ടാണ് അതിനാവശ്യമുള്ള മെറ്റീരിയൽ സെക്കൻഡ് വൺ വാട്ട് വൈൽ വി മിക്സ് ദം വി ആർ പ്രോസസിങ് ഇറ്റ് we'll cut the lemon, we'll squeeze it, and then we'll put sugar or salt, and we'll pour water, we'll mix it. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ നാരങ്ങ എടുക്കുന്നു കട്ട് ചെയ്യുന്നു ഉപ്പോ അല്ലെങ്കിൽ ഷുഗർ ഇടുന്നു then വെള്ളം ഒഴിച്ച് ഇളക്കുന്നു മിക്സ് ചെയ്യുന്നു ലെമൺ ജ്യൂസ് റെഡി അല്ലേ അപ്പം അത്ര സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ പ്രോസസ് നെക്സ്റ്റ് തേർഡ് പ്രോസസ് നിംബു പാനി ദാറ്റ് വി ഗെറ്റ് ഇസ് ദ ഔട്ട്പുട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെമൺ ജ്യൂസ് റെഡിയാണ് അല്ലേ അപ്പം ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഇങ്ങനെയാണ് അതായത് ഫസ്റ്റ് ഇൻപുട്ട് മീൻസ് മെറ്റീരിയൽസ് നെസസറി ഫോർ ദാറ്റ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് ലെമൺ ഷുഗർ ഓർ സോൾട്ട് വാട്ടർ ഇത് ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് പ്രോസസിംഗ് മീൻസ് വി വിൽ മിക്സ് ആൻഡ് സ്റ്റെയർ ഇറ്റ് ദാറ്റ് ഈസ് അലൻ തോമസ് പ്ലീസ് മുത്തേ എങ്ങോട്ട് നോക്കണം മുത്തേ
ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ വർത്താനം പറയാം. ആരാ മുത്തേ ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്ത് വർത്താനം പറയുമ്പോൾ നിൽക്കുന്ന അവിടെ? ആ ഇവിടെ നോക്കൂ കേട്ടോ, അവരോട് വർത്താനം പറയാതിരിക്കാൻ പറ കേട്ടോ. ഓക്കെ. പിന്നെ തേർഡ് മീൻസ് ഔട്ട്പുട്ട് മീൻസ് നമുക്ക് ജ്യൂസ് ഈസ് റെഡി ആയിട്ടുള്ള ജ്യൂസ് ആണ് ഔട്ട്പുട്ട്. അതുപോലെയാണ് കമ്പ്യൂട്ടറിലെ. ഓക്കെ. ഇനി നമുക്ക് ഇന്നത്തെ ടൈം തീർന്നു, 1 മിനിറ്റ് പോലും ഇല്ല. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, ബൈ ബൈ. എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല മിടുക്കരായിട്ടിരിക്കും കേട്ടോ. ബൈ ബൈ. ഓക്കെ.